മാത്സ്യൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 6-ൻ്റെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലെറ്റർ മാത്ത്, അക്ഷരക്കണക്കുകൾ, അതിലുള്ള തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണിത്. അതിൻ്റെ 2 പാർട്ടുകൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം കുട്ടികൾ ഈ ഭാഗം കാണുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തീപ്പെട്ടി കമ്പുകൾ കൊണ്ട് സമചതുരങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് തീപ്പെട്ടി കമ്പുകൾ കൊണ്ട് മാച്ച് സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രയാങ്കിൾസ് ഉണ്ടാക്കുന്ന പ്രത്യേകതകളായിരുന്നു അക്ഷരക്കണക്ക്, ലെറ്റർ മാത്ത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി സ്ക്വയേഴ്സ് ഉണ്ടാക്കുന്നതാണ്, സമചതുരങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് ഒരു തീപ്പെട്ടി കമ്പുകൾ വെച്ചിട്ട് ഒരു സ്ക്വയർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആദ്യത്തേൽ അതിന് എത്ര തീപ്പെട്ടി കമ്പുകൾ വേണം? 1, 2, 3, 4 കമ്പുകൾ ആവശ്യമുണ്ട്. രണ്ടാമത്തേൽ നോക്കുക, 1, 2, 3, 4 എണ്ണത്തിനെ കൊണ്ട് 1 എണ്ണം വേണം. രണ്ടാമത്തേലും എത്ര എണ്ണം വേണം? 4 എണ്ണം വേണം. അങ്ങനെ ആകെ 2, 4 അല്ലെങ്കിൽ 8 വരും. മൂന്നാമത്തേലും നിങ്ങൾക്ക് നോക്കിയാൽ 12 കിട്ടും. നാലാമത്തേൽ 1-ന് 4 വെച്ചിട്ട് വേണം. അപ്പോൾ 4 എണ്ണത്തിന് 4 × 4 നമുക്ക് കിട്ടും, 16 എണ്ണം കിട്ടും. അങ്ങനെയാണ് എങ്കിൽ 10 എണ്ണത്തിന് 10 × 4 വെച്ചിട്ട് 40 എന്ന് കിട്ടും. ഇത് സമചതുരങ്ങൾ ഉണ്ടാക്കുന്ന 2 രീതികളിൽ ആദ്യത്തെ രീതിയാണ്. ആദ്യത്തെ രീതിയിൽ ഒരു സമചതുരത്തിന്, ഒരു സ്ക്വയറിന് 4 മാച്ച് സ്റ്റിക്ക്, 4 തീപ്പെട്ടി കമ്പ് വെച്ചിട്ടുള്ളതാണ് പറയുന്നത്. അപ്പോൾ എത്ര സ്ക്വയറുകൾ ഉണ്ടോ അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് കിട്ടും. അതായത് ഒരു സമചതുരത്തിൻ്റെ വേണ്ട തീപ്പെട്ടി കമ്പിനെ 4 കൊണ്ട്, ഓരോന്നിനെയും 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആകെ വേണ്ട തീപ്പെട്ടി കമ്പുകൾ കിട്ടും, 1-ന് 4 വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്: ഇങ്ങനെ തുടർന്ന് ഉണ്ടാക്കുന്ന സമചതുരങ്ങളുടെ എണ്ണവും ഉപയോഗിച്ച് തീപ്പെട്ടിക്കോലുകളുടെ എണ്ണവും തമ്മിൽ എന്താണ് ബന്ധം? നോക്കാം. ഒരു സ്ക്വയർ ഉണ്ടാവുമ്പോൾ ഇവിടെ ഞാൻ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ സമചതുരം എന്ന് എഴുതാം. ഇവിടെ എന്തെഴുതാം? മാച്ച് സ്റ്റിക്ക് എഴുതാം. മാച്ച് സ്റ്റിക്ക് നമ്മൾ 2 കോളാക്കിയിട്ട് ഇതിനെ മാറ്റുകയാണ് എങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? ഒരു സ്ക്വയർ ഉണ്ടാവുമ്പോൾ എത്ര ഞാൻ പറഞ്ഞു? 4 കമ്പ് ആവശ്യമുണ്ട് അല്ലേ? 1-ന് 4. 2-ന് ഉണ്ടാവുമ്പോൾ എത്ര? 8 ഉണ്ട്. ഓക്കെ, 3-ന് ഉണ്ടാവുമ്പോൾ 12 ഉണ്ട്. ഇവിടെ 12 എണ്ണം വരും. 4 എണ്ണം ഉണ്ടാവുമ്പോൾ 16 ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ തീപ്പെട്ടി കോലുകളുടെ എണ്ണവും സമചതുരങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ എത്ര സ്ക്വയർ ഉണ്ട്? ഒരു സ്ക്വയറിന് 4, 2 സ്ക്വയറിന് 8. അപ്പോൾ എന്താ പ്രത്യേകത? 2 സ്ക്വയറിന് 8 എന്ന് പറയുമ്പോൾ ഈ 8 എന്ന് പറയുന്നത് 2 × 4 ആണ്. ഈ 12 എന്ന് പറയുന്നത് 3 × 4 ആണ്. ഈ 16 എന്ന് പറയുന്നത് 4 × 4 ആണ്. ഈ 4 എന്ന് പറയുന്നത് 1 × 4 ആണ്. അപ്പൊ എല്ലാത്തിനെയും 4 കൊണ്ട് ഗുണിച്ചിട്ട് എത്ര സ്ക്വയർ ഉണ്ടോ അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആകെയുള്ള തീപ്പെട്ടി കമ്പുകളുടെ എണ്ണം കിട്ടും. അപ്പൊ നമുക്ക് ഇതിനെ പൊതു തത്വമായിട്ട് എന്താ ബന്ധം? നമ്മളിവിടെ എഴുതേണ്ട എന്താണ്? സമചതുരങ്ങളുടെ എണ്ണത്തെ, അല്ലെങ്കിൽ നമ്മൾ എഴുതുകയാണ് തീപ്പെട്ടി കമ്പുകളുടെ എണ്ണം. തീപ്പെട്ടി കമ്പുകളുടെ എണ്ണം അല്ലെങ്കിൽ തീപ്പെട്ടി കമ്പുകൾ എന്ന് പറയുന്നത് എന്ത് കിട്ടും? സമചതുരങ്ങൾ ഗുണിക്കണം 4. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ എഴുതും നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക്. ഇതാ ഇവിടെ നമുക്ക് എഴുതാം. എന്തെഴുതാം? നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ഈക്വൽ ടു എന്തെഴുതാം? സ്ക്വയേഴ്സ്, നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻറ്റു 4. കൃത്യമായി മനസ്സിലാക്കണേ. നമ്പർ ഓഫ് സ്ക്വയേഴ്സ്, എത്ര സ്ക്വയർ ഉണ്ട് നോക്ക്? 1, 2, 3, 4. അപ്പൊ ഇതിൽ വേണ്ടുന്ന ആകെ മാച്ച് സ്റ്റിക്സ് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് 4 ആണ്, അതിന് 4 ഉണ്ട്. ഇതിൽ 1, 2, 3. അപ്പൊ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് 3 ആണ്, അതിനെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 12. 4-നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16. അപ്പൊ ഒന്നാമത്തെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായി. സമചതുരങ്ങളുടെ എണ്ണം S, തീപ്പെട്ടി കോലുകളുടെ എണ്ണം M എന്നെടുത്താൽ ഈ ബന്ധം എഴുതുക. എന്താണ് ബന്ധം? തീപ്പെട്ടി കമ്പുകളുടെ എണ്ണം നമ്മൾ എഴുതിയിട്ടുണ്ട്. തീപ്പെട്ടി കമ്പുകളുടെ എണ്ണം അതിനെ M എന്ന് വിളിച്ചാൽ
നമുക്ക് എങ്ങനെ എഴുതാം? സമചതുരങ്ങളുടെ എണ്ണം എസ് ആണ് പറഞ്ഞത്. അപ്പൊ എം സമം എസ് ഇൻറ്റു 4 അല്ലെങ്കിൽ 4 ഇൻറ്റു എസ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം എം സമം എസ് ഇൻറ്റു 4 അല്ലെങ്കിൽ 4 ഇൻറ്റു എസ്. ഓക്കെ, ഓർ നമുക്ക് എഴുതാം 4 ഇൻറ്റു എസ്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് കൈൻഡ് ഓഫ് നമ്പേഴ്സ് ആർ എസ് ആൻഡ് എം? എസും എമ്മും ഏത് തരത്തിലുള്ള നമ്പർ ആണെന്നാണ്. എസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരിക? എണ്ണം 1 2 3 4 എന്നാണ് വരിക. ഇത് എന്ത് നമ്പറാണ്? നാച്ചുറൽ നമ്പർ ആണ്, എണ്ണൽ സംഖ്യകളാണ്. മലയാളത്തിൽ പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളാണ് എന്ത് വരിക? എസ് വരുന്നത് എണ്ണൽ സംഖ്യകൾ. ഓക്കെ, ഇനി എൻ എന്താണ്? എം എന്താണ് വരിക? എമ്മിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 4 8 12 കണ്ടില്ലേ? 4 8 12 16 ഇങ്ങനെയാണ് വരുന്നത്. ഇവയെല്ലാം എന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് 4. അതായത് ഈ രണ്ടാമത്തെ എം എന്ന് പറയുന്നത് നമുക്ക് എഴുതാം. അത് ഞാൻ ഈ മലയാളത്തിൽ എഴുതുന്ന എം എന്ന് പറയുന്നത് എന്താണ് വരല്? മൾട്ടിപ്പിൾസ് ഓഫ് 4 അല്ലെങ്കിൽ 4ന്റെ ഗുണിതങ്ങളാണ് എം ആയിട്ട് വരിക. ഓക്കെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മൾട്ടിപ്പിൾസ് ഓഫ് 4 എം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണ്. ഇനി 4ന്റെ ഗുണിതമായ ഒരു സംഖ്യ എടുത്താൽ അത്രയും തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് ഇതുപോലെ എത്ര ചതുരം ഉണ്ടാക്കുന്നത് കണക്കാക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ടൊരു നമ്പർ പറയുകയാണ്. ഇപ്പൊ ഉദാഹരണം 12 തീപ്പെട്ടിക്കമ്പുണ്ട്. 12 തീപ്പെട്ടിക്കമ്പുണ്ടെങ്കിൽ എത്ര സമചതുരം ഉണ്ടാക്കാൻ പറ്റും എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? നമ്മൾ എന്ത് ചെയ്താൽ മതി? 12നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ നമുക്ക് 3 കിട്ടും. കാരണം എന്താ? 3നെ 4 കൊണ്ട് ഗുണിച്ചിട്ടാണ് 12 കിട്ടിയത്. അപ്പൊ 12നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 3 കിട്ടും. അപ്പൊ ഈ കണക്കുകൂട്ടലുകൾ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുക. അപ്പൊ എന്താണ് ഇവിടെ ഇംഗ്ലീഷിലാണെങ്കിൽ എത്രയാണ്? 4ന്റെ ഗുണിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കുക. ഞാൻ 12 എടുത്തത്. ഇനി 20 എടുക്കുന്നത് വിചാരിച്ചോ. 20 എടുത്താൽ 20നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പൊ എത്ര? 5 സ്ക്വയേഴ്സ് നമുക്ക് കിട്ടും. ഇവിടെ 12നെ 4 കൊണ്ട് ഹരിച്ചാൽ 3 സ്ക്വയേഴ്സ്, 3 സമചതുരങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ കണക്ക് കൂട്ടലും അക്ഷരങ്ങൾ ഉപയോഗിച്ചെഴുതുക. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് സ്ക്വയേഴ്സിന്റെ എണ്ണാണ് വേണ്ടത്. അപ്പൊ എസ് എന്ന് പറയുന്നത് ആകെയുള്ള തീപ്പെട്ടിക്കമ്പ്, അത് എം ആണ്. എമ്മിനെ ആരെ കൊണ്ട് ഹരിച്ചാൽ മതി? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ എഴുതാം. ഇതിനെ എഴുതുമ്പം നമുക്ക് എന്താണ് എഴുതുക? എസ്. നമുക്ക് ഇംഗ്ലീഷ് അക്ഷരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? എം ഹരിക്കണം 4. അതായത് തീപ്പെട്ടിക്കമ്പിന്റെ എണ്ണത്തെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആരെ കിട്ടും? നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ബന്ധം കിട്ടും. ഇനി ഇവരുടെ ബന്ധം കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഹൗ ഡു കാൽക്കുലേറ്റ് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ് ഇപ്പം പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളെ വെച്ചിട്ട് നമ്മൾക്ക് കിട്ടും. എമ്മിനെ 4 കൊണ്ട് ഹരിച്ചാൽ സമചതുരങ്ങളുടെ എണ്ണം കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമുക്ക് പറയാം എം എന്ന് പറഞ്ഞാൽ 4s ആണ്. അതായത് 4ന്റെ ഗുണിതം ആണ് ആര് വരിക? തീപ്പെട്ടിക്കമ്പുകള് എസിനെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ച് ഇങ്ങനെയും സമചതുരങ്ങൾ ഉണ്ടാക്കാം. എങ്ങനെ? നേരത്തെ ഉണ്ടാക്കിയത് കുട്ടികൾ കാണുക. ഓരോന്നിനും 4 എണ്ണം വെച്ചിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ ചെയ്തത്. ഇവിടെ വരുമ്പോഴേക്ക് എന്താ കാണുന്നു നോക്കിയാൽ, ഇതിന് 4 കമ്പുണ്ട്, ഇതിന് 4 എണ്ണം ഉണ്ട്. ഇതിനോ 4 എണ്ണം വേണ്ടി വരുന്നില്ല. 2നും 4 എണ്ണം വേണ്ടി വരുന്നില്ല. നോക്കിക്കോ, 1 2 3 4 5 6 7 എണ്ണേ വേണ്ടി വരുന്നുള്ളൂ. ഇതിനാകെ വരുന്നത് 7, ഇതിന് വരുന്നത് 4. ഇവിടെ നോക്ക്, 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഇവിടെ വരുന്നത് എത്ര? 10. ഇനി അടുത്തതിന് എത്ര വരുന്നു നിങ്ങൾക്ക് ഊഹിച്ചു പറയാൻ പറ്റുമോ? 4 വരുന്നോ, 7 വരുന്നോ, 10 വരുന്നോ? എന്താണ്? 3 കൂടിയിട്ടാണ് വരുന്നത് അല്ലെ? 3 കൂടി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അടുത്തതിന് എത്ര വരുന്നു നിങ്ങൾക്ക് ഊഹിച്ചിട്ട് പറയാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹലോ,
മനസ്സിലായോ? അടുത്ത ഇനി എത്ര വരുന്നു നിങ്ങൾക്ക് ഊഹിച്ച് പറയാൻ പറ്റുമോ? എന്ത് ചെയ്താൽ ഈ 10ന്റെ കൂടെ 3ഉം കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ ഇവരെന്താ ചോദ്യം പറഞ്ഞു നോക്കട്ടെ. ഇങ്ങനെ സമചതുരങ്ങൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന സമചതുരങ്ങളുടെ എണ്ണവും അതിനായി വേണ്ടി വരുന്ന തീപ്പെട്ടിക്കോലുകളുടെ എണ്ണവും ഒരു പട്ടികയായി എഴുതി അവ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുക എന്നാ പറഞ്ഞത്. അപ്പോഴെന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടത്? ഇതിന് സമചതുരങ്ങളുടെ എണ്ണം ഒരു ഭാഗത്ത് എഴുതുക. നമ്മളൊരു പട്ടികയാക്കുമ്പോ സമചതുരങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ സ്ക്വയേഴ്സ്, പിന്നെയോ തീപ്പെട്ടി കമ്പിന്റെ എണ്ണം, തീപ്പെട്ടി കമ്പുകള്, മാച്ച് സ്റ്റിക്സ്. നോക്കിക്കോ, ഈ ആദ്യം വരുന്നത് ഇതിൽ എത്രണ്ണം വരുന്നത്? ആദ്യത്തെ ഒരു സ്ക്വയർ വരുന്നപ്പോ അതിൽ എത്ര സമചതുരം? ഒരു സമചതുരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോ അതിന് എത്ര മാച്ച് സ്റ്റിക്ക് ഉണ്ട്? 4 എണ്ണം ഉണ്ടായി. രണ്ടാമത്തെ ഇതിൽ വന്നപ്പോ അതിനെ എങ്ങനെയാണ് അവർ വരച്ചത്? ഇങ്ങനെ വരച്ചിട്ട് അതിനെ അവര് ഇങ്ങനെ വരച്ചു. അപ്പോൾ എത്ര സമചതുരം? 2 സമചതുരം. ഇവിടെ ആദ്യത്തേല് 1, ഇതില് 2 സമചതുരം. അപ്പൊ എത്ര കമ്പുണ്ടായി? 7 കമ്പുണ്ടായി. 7 കമ്പ് മനസ്സിലായല്ലോ? 1 2 3 4 5 6, നടുക്കത്തെ 1 7. ഇനി പിന്നെ അവര് വരച്ചത് 3 എണ്ണമാണ് വരച്ചത്. 3 എണ്ണം വരച്ച സമയത്ത് നമുക്ക് കിട്ടിയത് എത്ര കിട്ടി? 3 എണ്ണം വരക്കുമ്പോൾ നമുക്ക് 10 എണ്ണം കിട്ടി. അപ്പൊ ഇതിന്റെ വെച്ചിട്ട് നമുക്കൊരു പട്ടികയാക്കിയിട്ട് എങ്ങനെ എഴുതും എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. നോക്കിക്കോ, ഇനി നോക്കൂ കുട്ടികളെ. ഇനി 4 എണ്ണം ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു, 4 എണ്ണം വരുമ്പോ എത്ര എണ്ണം ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോ 4 സമചതുരം വരുമ്പോ എത്ര ഉണ്ടാവും? 1 2 3 4 സമചതുരം, 4 സ്ക്വയേഴ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോ എത്ര വരും? 13 എണ്ണം വരുന്നു. നോക്ക്, ഇത് 4 13 എന്ന് പറഞ്ഞത് 12ന്റെ അപ്പുറം 1 കൂട്ടിയതാണ്. 10 എന്ന് പറയുന്നത് 9ന്റെ അപ്പുറം 1 കൂട്ടിയതാണ്. 7 എന്ന് പറയുന്നത് 6ന്റെ കൂടെ 1 കൂട്ടിയതാണ്. 4 എന്ന് പറയുന്നത് 3ന്റെ കൂടെ 1 കൂട്ടിയതാണ്. അപ്പൊ എന്താണ് പ്രത്യേകത? എത്ര സമചതുരുണ്ടോ അതിന്റെ 3നെ 3 കൊണ്ട് ഗുണിച്ച 9 ആയി. 4 ആണെങ്കിൽ 4നെ 3 കൊണ്ട് ഗുണിച്ച 12 ആയി അല്ലേ? 4നെ 3 കൊണ്ട് ഗുണിച്ച 12 ആയി. 2 ആണെങ്കിൽ 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6 ആയി. അപ്പൊ ഈ തരത്തില് നമ്മൾ പട്ടിക എഴുതുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് നോക്കിയാൽ പറയാൻ പറ്റും. ഇതിന്റെ 3 മടങ്ങെടുത്തിട്ട് സമചതുരങ്ങളുടെ എണ്ണത്തിന്റെ 3 മടങ്ങെടുത്തിട്ട് അതിന്റെ കൂടെ 1 കൂടെ കൂടുകയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. നോക്കൂ കുട്ടികളെ, ഇവിടെ ഇങ്ങനെയുള്ള ഒന്നുണ്ടാവുമ്പം ഒരു സമചതുരം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് അതിനെ ഈ ഒരൊറ്റ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ 2 എണ്ണത്തിന്റെ കാര്യം വരുമ്പോ അത് എങ്ങനെയായി എന്നറിയോ? ഇങ്ങനെ ഒന്നായി, പിന്നെ കണ്ടില്ലേ, ഇങ്ങനെ ഒന്നായി, പിന്നെ നമുക്ക് വീണ്ടും ഇങ്ങനെ ഒന്നെടുക്കാം, പിന്നെ എന്തെടുക്കാം? ഒരൊന്നും എടുക്കുക. 2 ഇങ്ങനെയും ഒരൊന്നും കൂടെ കിട്ടി. 3 എണ്ണം എടുക്കുമ്പോ കണ്ടോ, 3 എണ്ണം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? ഇങ്ങനെയും ഉള്ള 1 കിട്ടി. വേറൊരു മഷി വേണം, ഞാൻ വേറൊരു മഷി എടുക്കാം. നോക്ക്, നീലെടുത്താല് ഇങ്ങനെയുള്ള 1 കിട്ടി. ഇനി രണ്ടാമത്തേല് ഇങ്ങനെയുള്ള 1 കിട്ടി. മൂന്നാമത്തേല് ഇങ്ങനെയുള്ള 1 കിട്ടി. പിന്നെ ലാസ്റ്റില് ഇതും ഒരൊന്നും. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോ ഇവിടെ എത്ര? 2 ത്രികോണം വരുമ്പം 2 3 ഉള്ളതും ഒരൊന്നും കിട്ടി. 3 എണ്ണം വരുമ്പം 3 ഇങ്ങനെയുള്ളത് സീനെ പോലെയുള്ള 3 എണ്ണവും പിന്നെ 1 കിട്ടി. ഇനി 4 എണ്ണം വരുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താ? 4 എണ്ണം വരുമ്പോ കാണാൻ പറ്റുന്നത്, 4 എണ്ണം വരുമ്പോ എന്താ കാണാൻ പറ്റുക? 1 2 3 4 എണ്ണവും 1 കൂടെ കിട്ടും. അപ്പോ ഈ 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1നെ മാത്രം നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരൊന്നും 1 എഴുതാം.
അപ്പൊ എത്ര സമചതുരങ്ങളുണ്ടോ അത്ര സിയും ഒരൊന്നും. എത്ര ഇവിടെ 3 സമചതുരം, 3 സ്ക്വയർ, അപ്പൊ 3 സിയും ഒരൊന്നും. അപ്പൊ ഈ ഒരു സിക്ക് എത്ര തീപ്പെട്ടിക്കോല് വേണം? 3 എണ്ണം വേണം അല്ലേ? അപ്പൊ ഇവിടത്തെ കണക്കിൽ 2 എണ്ണം വരുമ്പോ 2 സ്ക്വയർ വരുന്നതിൽ 2 സി എന്ന് പറഞ്ഞാൽ ഒരു സിക്ക് 3 എണ്ണം വേണം. അപ്പോ എന്ത് കിട്ടും നമുക്ക്? 2 നോക്കിയാൽ ഇവിടെ 3 കമ്പ് ഇടിയുണ്ട്. അപ്പൊ 3 കമ്പ് വരുമ്പോ 3 2 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടി. ഈ 3 സ്ക്വയർ വരുമ്പോ 3 3 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടി. ഇവിടെ 4 സ്ക്വയർ വരുമ്പോ 3 4 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടി. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും 5 സ്ക്വയർ വരുന്നുണ്ടെങ്കിലോ, 5 സ്ക്വയർ വരുന്നുണ്ടെങ്കിൽ 3 5 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടി. അപ്പോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? അവ തമ്മിൽ പട്ടികയായി എഴുതി. ഇപ്പൊ നമ്മൾ നേരത്തെ പട്ടികയായിട്ട് എഴുതി, നമ്മൾ പട്ടികയായി അവ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുക. ആ ബന്ധമാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്. എന്താണ്? എത്ര സമചതുരങ്ങളുണ്ടോ അതിന്റെ 3 മടങ്ങിനോട് 1 കൂട്ടിയതായിരിക്കും തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം. അതായത് ബന്ധം നമുക്ക് ഇവിടെ എഴുതാം. ബന്ധം എഴുതുമ്പം എന്താണ് വരിക? ബന്ധം വരുമ്പം സമചതുര കോല്, അതായത് സമചതുരങ്ങൾ ഇൻറ്റു തീപ്പെട്ടിക്കമ്പുകളുടെ എണ്ണം, തീപ്പെട്ടിക്കമ്പുകൾ ഇംഗ്ലീഷിലെ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് സമ എന്താ? 3 ഇൻറ്റു സമചതുരങ്ങളുടെ എണ്ണം. 3 ഇൻറ്റു സമചതുരങ്ങളുടെ എണ്ണമായിരിക്കും അവിടെ വരെ. വൃത്തിയിലൊന്ന് എഴുതി വെക്കുക കേട്ടോ. 3 ഇൻറ്റു സമചതുരങ്ങളുടെ എണ്ണം. ഇംഗ്ലീഷിലും നമുക്കത് ഇവിടെ എഴുതാം. എന്താണ്? നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ടേബിൾ അപ്പുറം ഞാൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ ടേബിൾ കണ്ടതാണ്. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് പറഞ്ഞാൽ എന്താ വരിക? നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ്, സ്ക്വയേഴ്സ് അല്ല, നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. എന്താണ്? 3 ഇൻറ്റു നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. 3 ഇൻറ്റു നമ്പർ ഓഫ് സ്ക്വയേഴ്സ് പ്ലസ് 1. അതിനേക്കാളും 1 കൂട്ടിയതായിരിക്കും വരിക. അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടണം. 1 കൂടെ കൂട്ടണം. ഓക്കെ, ഇതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയതായിരിക്കും ഉത്തരം. സമചതുരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയുടെ ചിത്രങ്ങൾ വരച്ച് ഈ ബന്ധം വിശദീകരിക്കുക. അപ്പൊ രണ്ടാമത്തെ ഉത്തരം നിങ്ങൾക്ക് ഞാൻ വരച്ച് കാണിച്ചു തന്നു. സമചതുര ഈ രീതിയിലാണ് നമുക്ക് ഈ പറഞ്ഞ ആൻസർ വരുന്നത്. അപ്പൊ രണ്ടാമത്തെ ആൻസർ ആണ് ഏത്? ഈ പറഞ്ഞിരിക്കുന്ന ടൈപ്പ്. രണ്ടാമത്തെ ആൻസർ ഈ രീതിയിൽ ചിത്രം വരച്ചിട്ട് കുട്ടികൾ എന്ത് ചെയ്യണം? അതിന്റെ ബന്ധം എഴുതണം. എന്താണ്? അതായത് മാച്ച് സ്റ്റിക്സിന്റെ എണ്ണം, മാച്ച് സ്റ്റിക്സ് ഈക്വൽ ടു എന്താണ്? 3 ഇൻറ്റു സ്ക്വയേഴ്സ്. 3 ഇൻറ്റു സ്ക്വയേഴ്സ് പ്ലസ് 1. ഏറ്റവും ചുരുക്കി എഴുതിയാൽ തീപ്പെട്ടിക്കമ്പുകൾ സമം 3 ഇൻറ്റു സമചതുരം പ്ലസ് 1. 3 ഇൻറ്റു സമചതുരം പ്ലസ് 1 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഈ ബന്ധം നിങ്ങൾക്ക് അവിടെ എഴുതി. അടുത്തത് സമചതുരങ്ങളുടെ എണ്ണം എസ് എന്നും ഉപയോഗിച്ച തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം എം എന്നും എടുത്ത് ഈ ബന്ധം എഴുതുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? അത് തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം നമ്മൾ എന്താ പറഞ്ഞു നോക്കിയാൽ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. തീപ്പെട്ടിക്കമ്പുകൾ സമം 3 ഇൻറ്റു സമചതുരങ്ങളുടെ എണ്ണം പ്ലസ് 1. അപ്പൊ തീപ്പെട്ടിക്കമ്പുകൾ എന്ത് അക്ഷരം എടുക്കാനാന്ന് പറഞ്ഞത്? തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം എം. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ തീപ്പെട്ടിക്കമ്പുകളുടെ എണ്ണത്തിന് നമുക്ക് എന്തെഴുതാം? എം സമം 3 ഇൻറ്റു സമചതുരങ്ങളുടെ എണ്ണത്തിന് ഏത് അക്ഷരം എടുക്കാനാണ് പറഞ്ഞത്? എസ്. അപ്പൊ 3 ഇൻറ്റു എസ്. അപ്പൊ അതും കൂടെ ആയി. എം സമം 3 ഇൻറ്റു എസ്. എം മാച്ച് സ്റ്റിക്സ്, എസ് സ്ക്വയേഴ്സ്. എത്ര സ്ക്വയേഴ്സ് ഉണ്ട് അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് കിട്ടി. ഇനി ഇതിൽ എസും എമ്മും ഏതു തരം സംഖ്യകളാണ്? എസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എസിന് ഏതെല്ലാം വിലകളാ വരിക? എസിന് 1, 2, 3, 4 പോലെയുള്ള സംഖ്യകൾ. അപ്പൊ എസ് എന്ന് പറഞ്ഞ ഏത് സംഖ്യകളാണ്? എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് മലയാളത്തിൽ എഴുതിയാൽ എണ്ണൽ സംഖ്യകൾ. എണ്ണൽ സംഖ്യകളാണ് ആര്? എസ് എന്ന് പറയുന്നത് വരിക. എം എന്താണ് വരിക? എം എന്ന് പറയുന്നത്
3ന്റെ ഗുണിതം. ഇതാ നോക്കിയാൽ എം എന്ന് പറയുന്നത് എന്താണ് വരിക? 3നെ എസ് കൊണ്ട് ഗുണിച്ചിട്ട് ഇതാ അതിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടണം കേട്ടോ. ഞാൻ നേരത്തെ ഒന്നുകൂടെ കൂട്ടിയിട്ടില്ല. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എഴുതി. എം എന്ന് പറഞ്ഞ എന്ത് നമ്പറാ വരിക? 3ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ ഒന്നുകൂടെ 3. ഓക്കെ അത് കുഴപ്പമില്ല. 3ന്റെ കൂടെ അപ്പൊ എം എന്ന് പറയുന്ന നമ്പർ വരല് 3ന്റെ മൾട്ടിപ്പിളിനോട് ഒന്നുകൂടെ കൂടിയിട്ടില്ലായിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് അതായത് മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 ആണ് ആര് വരില്? എം വരിക. എം വരില് മൾട്ടിപ്പിൾ ഓഫ് 3 + 1 3ന്റെ ഗുണിതത്തോട് ഒന്ന് കൂട്ടിയതായിരിക്കും ആര് വരിക? നമ്മുടെ എം വരിക. ഓക്കെ, കാരണം എന്താ? 3നെ 1 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടിയാൽ ഒരെണ്ണം കിട്ടും. 3നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടിയാൽ 1 കിട്ടും. അപ്പൊ 3ന്റെ മൾട്ടിപ്പിളിനോട് 3ന്റെ ഗുണിതത്തോട് 1 കൂട്ടിയതായിരിക്കും നമുക്ക് എം വരിക. ഏത് രീതിയിൽ വരുമ്പം? രണ്ടാമത്തെ രീതിയിൽ. ഈ രീതിയിൽ വരുമ്പം, ഈ ചിത്രങ്ങളുടെ രീതിയിൽ, ഇപ്പൊ നമ്മൾ കാണിച്ച ഈ രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രത്യേകതകൾ വരുന്നത്. ഓക്കെ, പിന്നെ ഈ കണക്ക് കൂട്ടലുകൾ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുക. അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുമ്പോൾ എന്താ വരിക? എം ഈക്വൽ ടു 3 ഇൻറ്റു എസ് പ്ലസ് 1. 3 ഇൻറ്റു എസ് പ്ലസ് 1 ആണ് അതിൻ്റെ ആൻസർ വരിക. എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെക്കണം. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാച്ച് സ്റ്റിക്സ്. എസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? സ്ക്വയേഴ്സ്. എത്ര സമചതുരങ്ങൾ ഉണ്ട് എന്ന്. അപ്പൊ ഇതാ ഈ കണക്കിൽ, ഇപ്പം പറഞ്ഞ കണക്കിൽ, ഈ കണക്കിൽ നോക്കുക. എസ് എന്ന് പറയുന്നത് 2 ആണ്. ഈ പ്രോബ്ലത്തിൽ എസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ എത്ര മാച്ച് സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? എന്താണ്? 3 ഇൻറ്റു എസിന് പകരം 2. 3 ഇൻറ്റു 2 + 1. ഉത്തരം 6 1 6 കൂട്ടണം 1 = 7. അപ്പൊ ഇവിടെ എസ് 2 കൊടുക്കുമ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് 7 കിട്ടും. ഇവിടെ എസിന് ഈ കണക്കിൽ എസിന് 3 കൊടുക്കുക. അപ്പൊ 3 ഇൻറ്റു 3 ഇടവരൽ എത്രയാണ്? 3 ഇൻറ്റു 3 + 1. അപ്പൊ എത്ര? 9 + 1 10. ഇവിടെ 10 കമ്പുകൾ ഉണ്ടാവും. ഓക്കെ, 3ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടിയതായിരിക്കും അവിടെ വരുന്ന ആൻസർ ഉണ്ടാവുക. മൂന്നാമത്തെ ചോദ്യം, തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ച് ഒരേ എണ്ണം സമചതുരങ്ങൾ ആദ്യത്തെ ചോദ്യത്തിലെയും രണ്ടാമത്തെ ചോദ്യത്തിലെ പോലെയും ഉപയോഗിച്ച പോലുള്ള എണ്ണത്തിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത്? അതായത് ചോദ്യം കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ തന്നെ ഒരു ചിത്രം വരക്കാം. അതായത് 2 തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ക്വയറുകൾ ഉണ്ടാക്കുന്നത്, സമചതുരങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ തരം, രണ്ടാമത്തെ തരം എന്ന് പറഞ്ഞാൽ സമചതുരം. കേട്ടോ കുട്ടികളെ? സ്ക്വയേഴ്സ്, സമചതുരങ്ങൾ 2 വിധത്തിലുണ്ട്. 2 മെത്തേഡ് എന്ന് പറഞ്ഞാൽ രീതി. 2 രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് എന്ത് കിട്ടും? ഓരോന്നിലും വരുന്ന സ്ക്വയർ, ഇതിന്റെ എണ്ണം, മാച്ച് സ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി കമ്പുകൾ. ഇനി ഇവിടെ നമ്മൾ അടുത്ത ലാസ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതും ഡിഫറൻസ്, വ്യത്യാസം. ഇതേ കോളം നമ്മൾ എവിടെ വരച്ചിട്ടുണ്ട് അറിയോ? നമ്മൾ ഇതേ കോളം നമ്മൾ ത്രികോണത്തിന്റെ ചിത്രത്തിൽ വരച്ചിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് കാണിച്ച് ഞാൻ തരാം. നോക്കിക്കോ. അതിൻ്റെ ഈ ചിത്രം കണ്ടില്ലേ? ഈ ചിത്രത്തിന്റെ മോഡൽ കണ്ടിട്ട് ഇവിടെ ട്രയാങ്കിൾ ആണ്, നമുക്ക് സമചതുരാണ്. മെത്തേഡ്, മാച്ച് സ്റ്റിക്സ്, ഡിഫറൻസ്. ത്രികോണങ്ങളിൽ നമ്മൾ നേരത്തെ വരച്ചതുപോലെ ഇവിടെ നമ്മൾ സമചതുരങ്ങളുടെ ചിത്രങ്ങൾ വരക്കണം. ഇതേമാതിരിയുള്ള കോളം. അപ്പൊ ആദ്യത്തെ കോളത്തിൽ എന്ത് വേണം? സ്ക്വയേഴ്സ് എന്ന് വേണം. രണ്ടാമത്തെ കോളത്തിൽ മെത്തേഡ്, മൂന്നാമത്തെ കോളത്തിൽ മാച്ച് സ്റ്റിക്സ്, നാലാമത്തെ കോളത്തിൽ ഡിഫറൻസ്. ഓക്കെ, ഇതാണ് എന്ത് ചെയ്തത്? നമ്മളിപ്പോ ഇവിടെ വരച്ചു വെച്ച്. ഓക്കെ, അപ്പോ ഒരു സമചതുരം,
ഒരു സമചതുരം വരക്കുമ്പോൾ ഒന്നാമത്തെ രീതിയിൽ 4 എണ്ണം വരും. അപ്പൊ എത്ര തീപ്പെട്ടി കമ്പ് വരും? 4 കമ്പ് വരും. രണ്ടാമത്തെ രീതിയിൽ വരക്കുമ്പോഴും ഒറ്റൊന്നിനെ വരക്കുമ്പം അതിങ്ങനെ വരക്കാനേ ആവുള്ളൂ, കൂട്ടിച്ചേർക്കാനൊന്നും വേറെ ഇല്ല. അപ്പൊ അവിടെയും വരല് 4 തന്നെ. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ ഒരു സമചതുരം 2 രീതിയിൽ വരച്ചാലും ഈ രീതിയിലേ വരുള്ളൂ. ഇനി രണ്ടാമത്തേല് മാറ്റം വരും. രണ്ടാമത്തേല് 2 സമചതുരം വരക്കുമ്പോൾ ഒന്നിങ്ങനെ ഒന്ന് ഇങ്ങനെ. അപ്പൊ എത്ര എണ്ണം വരും? ആദ്യത്തെ മെത്തേഡിൽ അപ്പൊ എത്ര എണ്ണം വരും? 8 എണ്ണം വരും. സംശയമൊന്നുമില്ലല്ലോ? 8 എണ്ണം വരും. രണ്ടാമത്തെ മെത്തേഡ് കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ എത്ര എണ്ണം വരുന്നുണ്ട്? 7 എണ്ണേ വരുന്നുള്ളൂ. മനസ്സിലായില്ലേ? എണ്ണി നോക്കിയാല് 7 കമ്പേ ഇവിടെ വേണ്ടു. അപ്പോ അതിന്റെ വ്യത്യാസം, ഈ 8ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം 1. ഈ 4ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം ഇല്ല, അപ്പൊ 0. അപ്പൊ 2 എണ്ണം 2 സമചതുരങ്ങൾ 2 വിധത്തിൽ വരക്കുമ്പോൾ വ്യത്യാസം വരുന്നത് 1 ഇനി 3 സമചതുരം വരച്ചു നോക്കാം. 3 എന്ന് പറഞ്ഞ സമചതുരങ്ങളാണ്, സ്ക്വയേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, 3 എണ്ണം വരച്ചു നോക്കാം. അപ്പൊ ആദ്യത്തേല് വരല് എങ്ങനെയാണ്? ഇങ്ങനെ വരും. അപ്പൊ എത്ര എണ്ണം വരും? 12 എണ്ണം വരും. 3, 4, 12 എണ്ണം വരും. രണ്ടാമത്തെ ടൈപ്പില് നോക്കൂ കുട്ടികളെ, ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പൊ അതിന് എത്ര വരും? 10 എണ്ണേ വരുള്ളൂ. എണ്ണി നോക്കിയാൽ 10. നമ്മൾ നേരത്തെ വരച്ച് അപ്പുറം പറഞ്ഞിട്ടുണ്ട്, 10 എണ്ണേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവ തമ്മിൽ, ഈ 12ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 2. അപ്പോൾ ഇവിടെ നമ്മൾ ഇവര് ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഈ 2 വിധത്തിൽ, ഇപ്പൊ 2 ത്രികോണങ്ങള് 2 സമചതുരങ്ങൾ വരുന്നത് 2 വിധത്തിൽ വരച്ചപ്പോ അവയുടെ തീപ്പെട്ടി കമ്പുകൾ തമ്മിലുള്ള വ്യത്യാസം 1 വന്നു. ഈ വ്യത്യാസങ്ങളും ഈ സമചതുരങ്ങളുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നോക്ക്, 3 സമചതുരങ്ങൾ ഇവിടെ വരച്ചു. ഈ ചിത്രത്തിൽ 3 സമചതുരങ്ങൾ വരച്ചു. അവയുടെ മാച്ച് സ്റ്റിക്കിന്റെ എണ്ണം 12ഉം 10ഉം. അവ തമ്മിലുള്ള വ്യത്യാസം 2 വന്നത്. ഈ 2ഉം 3 എന്ന സമചതുരങ്ങളുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടെ ഒരു സമചതുരാണ്, അപ്പൊ വ്യത്യാസം 0. എന്താണ് നിങ്ങൾ ഇവിടെ കാണുന്ന ബന്ധം? ഈസിയായി പറയാൻ പറ്റും. 2 എണ്ണാണെങ്കിൽ 1, 3 എണ്ണാണെങ്കിൽ 2. ഇനി 4 എണ്ണം വരച്ചു, 2 വിധത്തിൽ 4 എണ്ണം വരച്ചാല് അവ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 3 അപ്പൊ എന്താണ്? ഈ സമചതുരങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 1 കുറച്ചതായിരിക്കും ഉപയോഗിച്ച് അവ ഉണ്ടാക്കുന്ന 2 വിധത്തിലുള്ള തീപ്പെട്ടിക്കോലുകളുടെ എണ്ണങ്ങളുടെ വ്യത്യാസം. 4 സമചതുരങ്ങള് 2 തരത്തിലുണ്ടാക്കുമ്പോൾ 2 എണ്ണത്തിന് ഉപയോഗിച്ച മാച്ച് സ്റ്റിക്സിന്റെ ടോട്ടൽ നമ്പറുകളുടെ ഡിഫറൻസ് 4ൽ നിന്ന് 1 കുറച്ചതായിരിക്കും. ഓക്കെ, ഈ 4ൽ നിന്ന് 1 കുറച്ചതായിരിക്കും. അത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് മനസ്സിലാക്കി വെച്ചാല് എൻ്റെ കുട്ടികൾക്ക് ഇതിൽ പറയുന്നതിന്റെ ആൻസർ കിട്ടും. എന്താണ് ആൻസർ? ഓക്കെ, തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ച് ഒരേ എണ്ണം സമചതുരങ്ങൾ ആദ്യത്തെ ചോദ്യത്തിലെ പോലെയും രണ്ടാമത്തെ ചോദ്യത്തിലെ പോലെയും ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ച കോലുകളുടെ എണ്ണത്തിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത്? കോലുകളുടെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസം എത്ര സമചതുരങ്ങളുണ്ടോ അതിൽ നിന്ന് 1 കുറവായിരിക്കും വരിക. അപ്പോൾ ഡിഫറൻസ് എത്ര വരിക? എന്ത് വ്യത്യാസമാണ് വരുന്നത്? അപ്പൊ നമുക്ക് എന്താണ് പറയുന്നത്? സമചതുരങ്ങളുടെ എണ്ണത്തിൽ നിന്ന് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് -1 ആയിരിക്കും എന്ത് വ്യത്യാസം വരുന്നത്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്. വ്യത്യാസം വരുന്നത് എന്താ? സമചതുരങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 1 കുറവായിരിക്കും. സമചതുരങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 1 മൈനസ് ചെയ്ത് 1 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? തീപ്പെട്ടി കമ്പുകളുടെ വ്യത്യാസം കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി സമചതുരങ്ങളുടെ എണ്ണം എസ് എന്നും 2 തരത്തിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കോലുകളുടെ എണ്ണത്തിലെ വ്യത്യാസം ഡി എന്നും എടുത്താൽ എസും ഡിയും തമ്മിലുള്ള എന്താണ്? എസിൽ നിന്ന് 1 കുറച്ചാൽ എസ് എന്ന് പറഞ്ഞ സമചതുരം സ്ക്വയേഴ്സ്, അതിൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? അവയുടെ വ്യത്യാസം കിട്ടി, കോലുകളുടെ
വ്യത്യാസം. S-1 സമം D അല്ലെങ്കിൽ D സമം S-1 എന്നെഴുതിയാൽ അതിന്റെ ആൻസർ ആയി. ഇതിങ്ങനെ വരാനുള്ള കാരണം എന്താ? 4 എണ്ണം വരുമ്പോ അതിൽ 3 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ കമ്പുകളും ഉണ്ടാക്കുന്നത്. ഓരോന്നിനും 4 എണ്ണം വരുമ്പോ ഇവിടെ 3 എണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതാണ് അതിന്റെ റീസൺ വരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഒരു കുട്ടി 25 തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലെ പോലെ സമചതുരങ്ങൾ ഉണ്ടാക്കി. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സമചതുരങ്ങളെ കൂട്ടി വെച്ചിട്ട് എണ്ണം കുറച്ചിട്ട് കോലുകൾ ഉപയോഗിക്കുന്ന പരിപാടി. എണ്ണം ഉണ്ടാക്കി. സമചതുരങ്ങൾ ആദ്യത്തെ രീതിയിൽ ഉണ്ടാക്കാൻ എത്ര കോലുകൾ വേണമെന്നാണ് ചോദിച്ചത്. ശ്രദ്ധിക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ പറഞ്ഞിട്ടുള്ള ചോദ്യം എന്താണ്? One kid uses 24 matchsticks to make squares in the second way. How many matchsticks would be needed to make the same number of squares in the first way എന്നാണ്. അപ്പൊ ആദ്യത്തേതിൽ 25 കമ്പ് ഉണ്ടാക്കി. 25 കമ്പ് ഉണ്ടാക്കും. കമ്പിനെ കൊണ്ട് സ്ക്വയർ ഉണ്ടാക്കിയാൽ എത്ര സ്ക്വയർ ഉണ്ടാക്കിയിട്ടുണ്ടാവും രണ്ടാമത്തെ തരത്തില്? അത് കിട്ടാൻ 25-ൽ നിന്ന് 1 കുറക്കുക. അപ്പൊ നമുക്ക് 24 കിട്ടും. ആ 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താല് നമുക്ക് 8 സ്ക്വയർ ആയിരിക്കും അവിടെ കിട്ടുക. ഓക്കെ, അതായത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സ്ക്വയർ കിട്ടിയാല് മാച്ച് സ്റ്റിക്കിന്റെ എണ്ണം സ്ക്വയറിന്റെ എണ്ണത്തിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 കൂട്ടുന്നതാണ്. അപ്പോ മാച്ച് സ്റ്റിക്കിൽ നിന്ന് സ്ക്വയറിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാല് എന്ത് ചെയ്താൽ മതി? മാച്ച് സ്റ്റിക്കുകളുടെ എണ്ണത്തിൽ നിന്ന് 1 കുറച്ചിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതിന് നമുക്ക് ഫോർമുലയായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം. അതായത് എസ് സ്ക്വയേഴ്സ് എസ് ഈക്വൽ ടു M-1 കണ്ടുപിടിക്കുക. എന്നിട്ട് M-1 കണ്ടുപിടിച്ചിട്ട് എന്ത് കൊണ്ട് ഹരിക്കുക? 3 കൊണ്ട് ഹരിച്ചാൽ മതി. തീപ്പെട്ടി കമ്പിന്റെ എണ്ണത്തിന് 1 കുറച്ചിട്ട് 3 കൊണ്ട് ഹരിച്ചാല് നമുക്ക് ആരെ കിട്ടും? സമചതുരങ്ങളുടെ എണ്ണം കിട്ടും. സമചതുരങ്ങൾ കിട്ടും. അപ്പൊ 25-ന്ന് 1 കുറച്ചാല് അപ്പൊ 24, അതിന് 3 കൊണ്ട് വെച്ച് 8 സ്ക്വയർ. എന്നിട്ട് നമ്മളോട് എന്താ ചോദിച്ചറിയോ? ആദ്യത്തെ രീതിയിൽ ഉണ്ടാക്കാൻ എത്ര തീപ്പെട്ടി കമ്പ് വേണം? 8 സ്ക്വയർ. ആദ്യത്തെ രീതിയിൽ പ്രത്യേകം എന്താ? ഓരോരോ സ്ക്വയറിനും 4 കമ്പുകൾ വേണം. അപ്പൊ ആദ്യത്തെ രീതിയിൽ ഉണ്ടാക്കാൻ എത്ര സ്ക്വയറിനാ ഞാൻ പറഞ്ഞപ്പോ? 8 സമചതുരാണ് പറഞ്ഞത്. ഉണ്ടാക്കാൻ പറ്റും. 8 സമചതുരം ഉണ്ടാക്കാൻ പറ്റും. ഈ 8 സമചതുരം ഉണ്ടാക്കാൻ ആദ്യത്തെ രീതിയിൽ എത്ര വേണം? ആദ്യത്തെ രീതിയിൽ ഓരോ സമചതുരത്തിനും 4 കമ്പ് വേണം. അപ്പൊ 8 എണ്ണത്തിന് എത്ര എണ്ണം വേണം? 8 × 4 നമുക്ക് 32 കമ്പുകൾ വേണം. 8 × 4 32. അതിൽ ഇമ്പോർട്ടന്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാച്ച് സ്റ്റിക്കിന്റെ എണ്ണത്തിൽ നിന്ന് സമചതുരങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ തീപ്പെട്ടി കോലുകളുടെ എണ്ണത്തിൽ നിന്ന് സമചതുരങ്ങളുടെ എണ്ണം കൃത്യം മനസ്സിലാക്കുക. 1 കുറച്ചിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ. അത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി അതിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് ഒരു സമചതുരം തന്നിട്ടുണ്ട്. ആ സമചതുരത്തിന്റെ ഒരു വശത്തിന് നീളം 1 സെന്റിമീറ്റർ. അതായത് അതിന്റെ 1 സൈഡ് ലെങ്ത് 1 സെന്റിമീറ്റർ ആണ്. ഇത്തരം 2 സമചതുരങ്ങൾ ചേർത്ത് ഇത് 2 എണ്ണം ചേർത്തുണ്ടാക്കിയതാണ്. ഇവിടെ 2 സമചതുരമുണ്ട്. ഇത് എത്രണ്ണം? 3 എണ്ണം സമചതുരമുണ്ട്. ഓരോന്നിന്റെയും ചുറ്റളവ് കാണുക. ചുറ്റളവ് എന്ന് പറഞ്ഞാല് പെരിമീറ്റർ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ഈച്ച് എന്നാ പറയുന്നത്. നോക്കാം, ഇതിന്റെ നീളം എത്രയാ തന്നത്? 1. അപ്പൊ ഇതും 1, ഇതും 1, ഇതും 1. അപ്പൊ ടോട്ടൽ എത്ര വരും? ഇതിന്റെ പെരിമീറ്റർ 4 വരും. എത്ര വരും? 4. അപ്പൊ ആദ്യത്തേതിന്റെ പെരിമീറ്റർ നമുക്ക് കിട്ടി 4. രണ്ടാമത്തേന് എത്ര പെരിമീറ്റർ വരും നോക്കിയാൽ? 1 1 1 1 1 1. എത്ര വരും? 1 2 3 4 5 6. ഈ കൂടാതെ 1. അപ്പൊ ടോട്ടല് 7 വരും. ഇതിന്റെ നോക്കിയാൽ 1 2 3 4 5 6 7. സോറി ഇവിടെ എത്ര പെരിമീറ്റർ വരില്ല? ഞാൻ ഇവിടെ 7 അല്ല, ഇവിടെ പെരിമീറ്റർ ഉള്ളിലത്തെ വരില്ല കേട്ടോ. ഉള്ളിലത്തെ വരില്ല. അത് സോറി, ചെറിയൊരു പെശക്ക് പറ്റിപ്പോയി.
പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അത് പുറത്തുള്ള അളവ് മാത്രമേ വരുള്ളൂ കേട്ടോ, പുറത്തുള്ള അളവ് മാത്രം വരും. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 4 വരും. ഇവിടെ എത്ര വരും? 1 2 3 4 5 6 വരുന്നു. ചുറ്റളവ് 6 ആയിരിക്കും. ഇവിടെയോ 1 2 3 4 5 6 7 8 വരിക. അപ്പൊ ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇനി 4 സൈഡ് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കും. 4 സൈഡ് 4 സ്ക്വയർ ഉള്ളതുണ്ടെങ്കിൽ അതിന്റെ പെരിമീറ്റർ എത്ര വരും? നമുക്ക് പറയാൻ പറ്റും 10 എന്ന് പറയാൻ പറ്റും. എണ്ണി നോക്കിയാൽ ചുറ്റുള്ളത് മാത്രമേ കൂട്ടാൻ പാടുള്ളേ, നടുക്കത്തെ വരെ കൂട്ടാൻ പാടില്ല. ചുറ്റുള്ളതിനെയാണ് എന്ത് പറയാ? ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയാ. ഔട്ട്സൈഡ് ബൗണ്ടറി മാത്രമേ നമ്മൾ കൂട്ടാൻ പാടുള്ളൂ. കാൽക്കുലേറ്റ് പെരിമീറ്റർ ഓഫ് ഈച്ച്. അപ്പൊ ഒന്നാമത്തേന് എത്ര? ഒന്നാമത്തേന് 4, രണ്ടാമത്തേന് 6, മൂന്നാമത്തേന് 8, നാലാമത്തേന് 10. കറക്റ്റ് ആയല്ലോ? നാലാമത്തെ ഞാൻ ഉണ്ടാക്കിയാണ് 10. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ മെയ്ഡ് ബൈ ജോയിനിങ് ടുഗദർ 4 such like squares like this? വാട്ട് അബൌട്ട് ദ റെക്ടാംഗിൾ മെയ്ഡ് വിത്ത് 5 സ്ക്വയർസ്? അപ്പൊ നിങ്ങളോട് അവർ പറയാണ്, അതിന്റെ ചിത്രം ഞാൻ വേറെ വരച്ചു തരാം. അതായത് അവര് പറയാണ് 3 എണ്ണം ചിത്രത്തിലുണ്ട്, അടുത്ത ഇതിന്റെ 4 എണ്ണം ഉള്ളത് വരച്ചിട്ട് കണ്ടുപിടിക്കുവാന്ന്. 4 എണ്ണം വരച്ചിട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാല് നോക്ക്, ഇങ്ങനെ 4 എണ്ണം വരക്കുക. അപ്പൊ ഉള്ളിലത്തെ കൂട്ടാൻ പാടില്ല, ഉള്ളിലത്തെ കൂട്ടാൻ പാടില്ല. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് നമുക്ക് കിട്ടും 1 2 3 4 5 6 7 8 9 10. ഇതിന്റെ ചുറ്റളവ് 10 കിട്ടും പെരിമീറ്റർ. ഇനി 5 എണ്ണം ഒരു രണ്ടാമത് പറഞ്ഞിട്ടുണ്ട്. 5 എണ്ണം പറയുമ്പോൾ നിങ്ങൾ 5 എണ്ണം ഉള്ളത് വരക്കുക. അപ്പോൾ എത്ര കിട്ടും? 12 കിട്ടും. നിങ്ങൾ എണ്ണി നോക്കിയാൽ മതി. ഉള്ളിലത്തെ എടുക്കല്ലേ, ഉള്ളിലത്തെ എടുക്കാൻ പാടില്ല. ചുറ്റളവ് എത്ര കിട്ടും? 12 കിട്ടും. അപ്പൊ അത് ഈസി ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ 4 5 സൈഡായിട്ട് എഴുതാം. റെക്ടാംഗിൾ വിത്ത് 5 സ്ക്വയേഴ്സും എഴുതാം, 4 സ്ക്വയേഴ്സും എഴുതാം. ഇനി നമുക്ക് ഇതിലത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ആദ്യം മുതൽ ഓരോ ചതുരത്തിലെയും സമചതുരങ്ങളുടെ എണ്ണവും ചതുരത്തിന്റെ ചുറ്റളവും പട്ടികയായിട്ട് എഴുതുക. ടേബിൾ ആയിട്ട് എഴുതണം. നമ്പർ ഓഫ് സ്ക്വയേഴ്സ്, അതേപോലെ പെരിമീറ്റർ, ഓരോ സമയത്തും ഉണ്ടാവുന്ന പെരിമീറ്ററിന്റെ ടേബിൾ ആക്കിയിട്ട് എഴുതുക. സമചതുരങ്ങളുടെ എണ്ണവും ചുറ്റളവും തമ്മിലുള്ള ബന്ധം, റിലേഷൻ എന്താണ്? സ്ക്വയേഴ്സും അതേപോലെ പെരിമീറ്ററും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ബന്ധത്തിന്റെ കാരണം എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. നോക്കിക്കോ, ഞാനിപ്പോൾ ഈ പറയുന്നത് പ്രകാരമുള്ള ഒരു ടേബിള് ഞാൻ ഉണ്ടാക്കാം. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് സ്ക്വയേഴ്സ്, സമചതുരങ്ങൾ അല്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ സ്ക്വയേഴ്സ്, സമചതുരങ്ങൾ, ഇപ്പുറം ചുറ്റളവ്, പെരിമീറ്റർ എന്ന് എഴുതിയിട്ട് 2 കോളാക്കുക. എന്നിട്ട് ഒരു സമചതുരം വരക്കുക. സമചതുരം വരച്ചാൽ ഓക്കെ, ഇവിടെ ഒറ്റ സമചതുരല്ലേ ഉണ്ടാവുന്നുള്ളൂ, ഒന്നല്ലേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോ എത്ര ചുറ്റളവ് വരും? 1, എല്ലാം ഓരോ സെന്റിമീറ്റർ അല്ലേ, അപ്പൊ ഇതിന്റെ 4 വരും. രണ്ടാമത്തത് 2 സ്ക്വയർ ഉണ്ട് ഇവിടെ, അപ്പൊ പെരിമീറ്റർ എത്ര വരും നോക്കിയാൽ? 1 2 3 4 5 6 നമ്മ അപ്പുറം ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 എണ്ണം വരുമ്പോ 6 എണ്ണം വരും. 3 എണ്ണം വരുമ്പോ 1 2 3 4 5 6 7 8. നടുക്കത്തെ കൂട്ടാൻ പാടില്ല. അപ്പൊ 3 എണ്ണം വരുമ്പോ 8. അതേമാതിരി 4 എണ്ണം വരുമ്പോ 10, 5 എണ്ണം വരുമ്പോ 12. എന്താണ് ഇവിടെ കാണുന്ന നിങ്ങൾ കാണുന്ന ബന്ധം? 3 8 വരുന്നത്, 4 10 വരുന്നത്. അതായത് ഇവിടെ 2 കൂടി വരുന്നുണ്ട് അല്ലെ? 2 എണ്ണം, അതായത് ഓരോ സ്ക്വയർ കൂടുമ്പോഴും 2 എണ്ണമാണ് കൂടി വരുന്നത്. അങ്ങനെ കൂടാനുള്ള കാരണം എന്താ? അത് കൂടാനുള്ള കാരണം നമുക്ക് നോക്ക്. ഓരോ സ്ക്വയർ കൂടുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ സൈഡിലത്തെ വക്കുണ്ടല്ലോ, അത് എല്ലാ സ്ഥലത്തും അതേമാതിരി തന്നെ നിൽക്കുകയാണ്. ഇനി പുതിയൊരു സ്ക്വയർ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഏറ്റവും ലാസ്റ്റിലേക്ക് വരും. പുതിയ 2 സൈഡാണ് ഇതിൽ കൂടിച്ചേരുക. മനസ്സിലായോ? ഇപ്പം നോക്കുക, ഞാൻ പറയുന്ന കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ഇങ്ങനെയുള്ള 2 സ്ക്വയർ ഇവിടെ ഉണ്ട്. ഇത് കൂട്ടൂലല്ലോ, ഇത് കൂട്ടൂല. ഇനി പുതിയ ഒന്നും കൂടി ഇതിന്റെ കൂടെ വരുമ്പോ എന്താ സംഭവിക്കുന്ന അറിയോ? ദാ പുതിയതോ, ഇത് പഴയതിന്റെ നിന്നു, ഇത് പഴയതിന്റെ ഇവിടം വരെയുള്ളത്. ഇവിടത്തെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡ്, ഇവിടെ ഉണ്ടായ സൈഡ് ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടായ സൈഡ് ലാസ്റ്റിലേക്ക് വന്നു. അതായത് ഈ സൈഡ് ഇവിടത്തേക്ക് വന്നു. എന്നിട്ടോ പുതിയ 2 എണ്ണം ഒന്ന് മേലെയും ഒന്ന് താഴെയുമായി.
അപ്പോൾ ഓരോന്ന് കൂടുമ്പോഴും രണ്ടെണ്ണം മാത്രമാണ് കൂടി പോകുന്നത്. മനസ്സിലായില്ലേ? രണ്ടെണ്ണാണ് കൂടി പോകുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പം 4, പിന്നെ പുതിയൊരു സ്ക്വയറും കൂടെ വരുമ്പോൾ അത് 6 ആവുള്ളൂ. പുതിയ ഒന്നും കൂടെ വരുമ്പോൾ 8 ആവുന്നുള്ളൂ. അതിൻ്റെ കാരണം 2 മേലെയും താഴെയും മാത്രം ഓരോ സെന്റിമീറ്റർ കൂടുന്നത് കൊണ്ട് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ബന്ധപ്പെടുത്തി പറയാൻ പറ്റും? എത്ര സ്ക്വയർ ഉണ്ടോ 3ന്റെ നോക്കിക്കോ, ഈ 8 എന്ന് പറഞ്ഞാൽ എന്താ? 6ന്റെ പരം 2 കൂട്ടിയതാണ്. 10 എന്ന് പറഞ്ഞാൽ 8ന്റെ പരം 2 കൂട്ടിയാണ്. 12 പറഞ്ഞാൽ 10ന്റെ കൂടെ 2 കൂട്ടിയാണ്. 6 എന്ന് പറഞ്ഞാൽ 4ന്റെ പരം 2 കൂട്ടിയാണ്. 4 എന്ന് പറഞ്ഞാലോ 2ന്റെ കൂടെ 2 കൂട്ടിയതാണ്. നോക്കൂ കുട്ടികളെ, ഇനി നോക്കിയ നിങ്ങൾ 5, 10 ബന്ധമുണ്ടല്ലോ, 4, 8 ബന്ധമുണ്ടല്ലോ, 3, 6 ബന്ധമുണ്ട്. അതായത് എത്ര സ്ക്വയറുകൾ ഉണ്ട് എന്ന് പറഞ്ഞാല് അതിൻ്റെ ഇരട്ടി കണ്ട് 2 കൂടെ കൂട്ടിയാല് ആ രൂപത്തിന്റെ ചുറ്റളവ് ആയി. അതായത് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്രയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാല്, നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇവിടെ 5 നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഉണ്ട് പറഞ്ഞാൽ അതിന്റെ പെരിമീറ്റർ പറയാൻ വേണ്ടിയിട്ട് 5ന്റെ ഡബിൾ എടുക്കുക, എന്നിട്ട് 2 കൂട്ടുക. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ തന്നെ അതിന്റെ ഇക്വേഷൻ, അടുത്ത ചോദ്യത്തിന്റെ അങ്ങനെയാണ്, അടുത്തതിന്റെ ഇക്വേഷനും കൂടെ നമുക്ക് എഴുതാം. എന്താ ഇക്വേഷൻ പേരില്? അതായത് എത്ര സ്ക്വയർ ഉണ്ടോ അതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എസിന്റെ കൂടെ എസ് കൂട്ടുക, അല്ലെങ്കിൽ എസിനെ 2 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് അതിന്റെ കൂടെ 2 കൂട്ടിയാൽ ആരായി? ടോട്ടൽ പെരിമീറ്റർ ആയി, അല്ലാതെ ചുറ്റളവ് ആയി. ഓക്കെ, അതായത് നമുക്ക് എന്താണ് ഇപ്പം പറയാ? പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ കിട്ടല്? S×2, അതായത് 2നെ എസ് കൊണ്ട് ഗുണിച്ച് 2 കൂട്ടിയാൽ മതി. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയറിന്റെ എണ്ണം. എസ് എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ എണ്ണം. പി എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, പെരിമീറ്റർ എന്ന് പി ആണ് എടുക്കുന്നതെങ്കിൽ പെരിമീറ്റർ പി സമം 2 × S. അതിനെ നമുക്ക് വേണമെങ്കിൽ 2S എന്ന് എഴുതാം, പ്ലസ് 2. 2 × S നെ 2S എന്ന് ചുരുക്കി എഴുതാം, 2S + 2. പി സമം 2S + 2. എസ് എന്താണെന്ന് അറിയണേ? എസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്ക്വയേഴ്സ്, എത്ര സ്ക്വയർ ഉണ്ട് എന്നതാണ്. അതായത് സമചതുരങ്ങളുടെ എണ്ണം. അപ്പൊ അടുത്ത ചോദ്യത്തിന് ഉത്തരം കൂടാ ഇപ്പം ആയി. നോക്കിക്കോ, സമചതുരങ്ങളുടെ എണ്ണം എസ് എന്ന അക്ഷരം കൊണ്ടും ചതുരത്തിന്റെ ചുറ്റളവ് പി എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിച്ച് ഇവ തമ്മിലുള്ള ബന്ധം എഴുതുക. അപ്പൊ നമ്മൾ കണ്ടു, എന്താണ് കിട്ടിയത്? പെരിമീറ്റർ പി സമം എന്ത്? 2S + 2. കണ്ടില്ലേ? ദാ ഇവിടെ നമ്മൾ എഴുതിയിട്ട് കണ്ടില്ലേ? പി സമം എന്ത്? 2S + 2. സമചതുരങ്ങളുടെ എണ്ണത്തിന്റെ ഇരട്ടിയോട് 2 കൂട്ടിയ പെരിമീറ്റർ ആയി. ഓക്കെ, ഇനി ചുറ്റളവ്, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചുറ്റളവ് 1 മീറ്റർ ആയ ചതുരം കിട്ടാൻ എത്ര സമചതുരങ്ങൾ ചേർത്ത് വെക്കണം? ചുറ്റളവ് 1 മീറ്റർ ആയിട്ടുള്ള ചതുരം കിട്ടണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നിങ്ങൾ അറിയണം, ചുറ്റളവിൽ നിന്ന് ഞാൻ അപ്പുറം എഴുതിത്തരാം. അപ്പോൾ നിങ്ങൾ അറിയണം, അതായത് ചുറ്റളവിൽ നിന്ന് സമചതുരങ്ങളുടെ എണ്ണം കിട്ടാൻ, എന്താ ചെയ്യേണ്ടത് അറിയോ? ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ചുറ്റളവ് അതിൽ നിന്ന് 2 കുറക്കുക. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കുക? എന്നിട്ട് അതിൻ്റെ പകുതി കാണുക. അപ്പോൾ എന്തായി? അപ്പോൾ നമുക്ക് സമചതുരങ്ങളുടെ എണ്ണമായി. ഇത് കൃത്യം എഴുതി പഠിക്കുക. സമചതുരങ്ങളുടെ എണ്ണം ആയി. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ എങ്ങനെയാ പറയാ? ഫ്രം പെരിമീറ്റർ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഈക്വൽ ടു എന്താണ്? പെരിമീറ്റർ -2 ആൻഡ് ടേക്ക്
ഹാഫ് ഓഫ് ഇറ്റ്. ടേക്ക് ഹാഫ് ഓഫ് ഇറ്റ്. പെരിമീറ്ററിന് 2 കുറച്ചിട്ട് അതിൻ്റെ പകുതി കണ്ടാൽ എന്തായി? നമുക്ക് എന്തായി? നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആയി. അതൊന്നും കൂടി പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞത് എത്രയാ? 1 മീറ്റർ ആണ് അതിൻ്റെ പെരിമീറ്റർ. ചുറ്റളവ് ഇംഗ്ലീഷിൽ ഇവിടെ ഉണ്ട്. ടു ഗെറ്റ് എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 1 മീറ്റർ. 1 മീറ്റർ പെരിമീറ്റർ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് എത്ര സ്ക്വയേഴ്സ് ഇതേമാതിരി ജോയിൻ ചെയ്തിട്ട് ഉണ്ടാക്കാം? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ കിട്ടും? അത് പഠിക്കാൻ വേണ്ടിയിട്ട് 5-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നത് എന്താ? 5-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് ഇപ്പം ഞാൻ എഴുതിയത് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ പെരിമീറ്റർ എത്ര? 5-ാമത്തെ ക്വസ്റ്റ്യനിൽ പെരിമീറ്റർ തന്നിട്ടുണ്ട് 1 മീറ്റർ. 1 മീറ്റർ മലയാളത്തിൽ 1 മീറ്റർ. പെരിമീറ്ററിൻ്റെ മലയാളം ചുറ്റളവ്. 1 മീറ്റർ. ഈ 1 മീറ്റർ നമ്മൾ എന്ത് എഴുതുക? 100 സെന്റിമീറ്റർ എന്ന് എഴുതുക. 100 സെന്റിമീറ്റർ. 1 മീറ്റർ 100 സെന്റിമീറ്റർ. അപ്പോൾ ഈ 100 സെന്റിമീറ്റർ കിട്ടിയ ത്രികോണം കിട്ടണം. എന്താ വേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? പെരിമീറ്ററിൽ നിന്ന് 2 കുറക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 - 2. മലയാളത്തിൽ ചുറ്റളവ് കുറക്കണം 2. നമുക്ക് കിട്ടുന്നത് എത്ര? 100 - 2 സമം 98. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ടേക്ക് ഹാഫ്. പകുതി എടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 49. പകുതി കാണുക. പകുതി കാണുക. എത്ര കിട്ടും? 49. അപ്പോൾ സമചതുരങ്ങളുടെ എണ്ണം എത്ര? എന്താ പറഞ്ഞത്? സമചതുര നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്ര വരിക? 49 വരും. സമചതുരങ്ങളുടെ എണ്ണം നമുക്ക് കിട്ടും 49. സമചതുരങ്ങളുടെ എണ്ണം നമുക്ക് കിട്ടും 49. ഇനി ഇതിനെ ഫോർമുലയാക്കി പറയുന്നുണ്ടെങ്കിൽ എസ് ഈക്വൽ ടു പി മൈനസ് 2 കണ്ടിട്ട് അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. ചുറ്റളവിൽ നിന്ന് 2 കുറച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ സമചതുരങ്ങളുടെ എണ്ണമായി. ഓക്കെ. അതേമാതിരി പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് സൂത്രവാക്യെങ്കിൽ 2s കൂടെ എന്ത് കൂട്ടിയാൽ മതി? 2 കൂട്ടിയാൽ മതി. ഈ രണ്ടും പെരിമീറ്ററും സ്ക്വയറും തമ്മിലുള്ള ബന്ധമാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളുടെ പ്രോബ്ലത്തിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കഴിഞ്ഞു. ഇത് പുതിയ ഒരു ഭാഷയിൽ ഉൾപ്പെട്ട ടോപ്പിക് ആയതുകൊണ്ട് പല കുട്ടികൾക്കും ചെറിയ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടാവും. എങ്കിലും പ്രധാനപ്പെട്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ ഈ അധ്യായത്തിന്റെ പ്രത്യേകത. അക്ഷരങ്ങൾ കൊണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതിന് ഒരു ടേബിൾ പോലെ ആക്കിയിട്ട്, ഒരു പട്ടിക പോലെ നമ്മൾ എഴുതിയിട്ട് പൊതു തത്വം എങ്ങനെ അത് മാറുന്നു എന്നുള്ളത് അക്ഷരങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കുക. ഇതാണ് ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത. തുടർന്നുള്ള ക്ലാസ്സുകളിലും ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. നമുക്ക് അടുത്ത ടോപ്പിക്കിൽ വീണ്ടും കാണാം. ബൈ.